ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിതാസ് ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് റെയിൻബോ ദോശാസ്. അതായത് നമ്മൾ പല കളറിലുള്ള ദോശകളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ യാതൊരുവിധ ഫുഡ് കളറിങ്ങും യൂസ് ചെയ്യുന്നില്ല. അപ്പം ശരീരത്തിന് മോശമായിട്ടുള്ള യാതൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ടാണ് ഈ കളേഴ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിവിടെ 2 തരം ദോശകളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് റെഗുലർ ദോശ, എഡൽസിനൊക്കെ പറ്റിയത്, പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു കുട്ടി ദോശകൾ. ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായിരിക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഈ 3 ബോളിൽ നമ്മൾ ഓരോ കപ്പ് വീതം ദോശമാവ് എടുക്കണം. നല്ല കട്ടിയുള്ള മാവാണ്. ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. നമ്മുടെ പച്ചക്കറികൾ അരച്ച് കഴിഞ്ഞിട്ട് അതിലുള്ള വെള്ളം മിക്കവാറും മതിയാവും. അപ്പം നമുക്ക് ആദ്യം ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം. ഞാൻ ഇതൊരു മിനിമം കണക്കിലാണ്, ഒരു 2 ആൾക്ക് പാകത്തിന് ഉള്ള കണക്കിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് ആളുടെ എണ്ണം കൂടുമ്പോൾ മാറ്റാം. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക്, ഞാനിപ്പോൾ ഇതാ ഒരു പിടി ചീരയാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു പിടി ചീര എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കപ്പിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു കപ്പോളം തന്നെ ഉണ്ടാവും. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കാൽ കപ്പ് വെള്ളം കൊണ്ട് ദേ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ കൊണ്ടുപോയി ഈ ദോശമാവിലേക്ക് ഒഴിക്കാം. നമ്മളിത് ഒഴിച്ചു കഴിയുമ്പം നമ്മുടെ കട്ടിയുള്ള മാവിന് ആവശ്യമുള്ള വെള്ളം ഇപ്പം ഇതിൽ നിന്ന് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. അതായത് ഒരു പിടി ചീര, 1/4 കപ്പ് വെള്ളം. നിങ്ങൾ മാവ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ സ്പിനച്ച് ദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ദോശയുടെ മാവ് റെഡിയാക്കാം. ഞാൻ ഈ പാത്രം ഒന്ന് കഴുകിയിട്ട് വരാം. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ക്യാരറ്റാണ്. 1/2 കപ്പ് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ അതേ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പിടി ക്യാരറ്റ്. ഞാനിവിടെ ബേബി ക്യാരറ്റ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു ക്യാരറ്റ് എടുത്താൽ മതിയാവും കേട്ടോ, കറക്റ്റായിരിക്കും. അപ്പോൾ അളന്നിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ക്യാരറ്റ് മുറിച്ചിട്ട് 1/2 കപ്പ് വരുന്ന വിധത്തിൽ. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റിൽ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരഞ്ഞ് എന്താ പറയുക, കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്ത ദോശയുടെ മിക്സിലേക്ക് ഈ ക്യാരറ്റ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക്, ഇപ്പം നമ്മൾ ദോശമാവ് ഓൾറെഡി വെള്ളം ചേർത്തിട്ടുണ്ടാവരുത് കേട്ടോ. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ കളറ് ഇത് എന്താ പറയുക, പച്ചക്കറി ഒഴിച്ച് കഴിയുമ്പം അതാകെ കൂടെ ഭയങ്കര അധികം വെള്ളമായിപ്പോവും. നമുക്ക് പച്ചക്കറി അരയ്ക്കാൻ എന്തായാലും കുറച്ച് വെള്ളം ആവശ്യമുണ്ടാവും. അപ്പോൾ അതെ, അതും റെഡി. ഇനി നമുക്ക് നെക്സ്റ്റ് കളറ് റെഡിയാക്കാം. നെക്സ്റ്റ് നമ്മൾ ഒരു 1/2 കപ്പ് ബീട്രൂട്ടാണ് എടുക്കാൻ പോണത്. അപ്പം അതും ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നല്ലോണം പേസ്റ്റ് ആയതിന് ശേഷം നമുക്കിതിൽ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത്
നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ദോശയിലേക്ക് ചേർക്കാം. അതിൻ്റെ ഒരു കളറല്ലേ. ഇനി നമുക്ക് നമ്മുടെ 3 കളർ ദോശയും ഉണ്ടാക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു ദോശത്തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തുള്ളി എണ്ണ എന്നിട്ട് അതൊന്ന് നന്നായി തുടയ്ക്കാം. നമ്മുടെ ദോശമാവിൽ സ്വതവേളേനേക്കാളും ഒരു തരി എണ്ണ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അല്ല, എണ്ണയല്ല, ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് കുറയും. നമുക്ക് ആദ്യം നമ്മുടെ ക്യാരറ്റിനെ ഉണ്ടാക്കാം. ഞാനിവിടെ ഇതിനെ മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോണത്. മൂടി വെക്കലോ വെക്കാതെയോ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു തരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണയോ നെയ്യോ എന്ത് വേണിച്ചാൽ ഒഴിക്കാം, ഒഴിക്കാതെയും ഇരിക്കാം. ഇത് ടോട്ടലി ഓപ്ഷണലാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിപ്പോൾ മറിച്ചിടാൻ പോവാണ്. ഈ പറഞ്ഞ പോലെ മറിച്ചിടൽ ഒരു ഓപ്ഷണൽ സംഗതിയാണ് കേട്ടോ. മറിച്ചിടണമെന്ന് നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പം അത് ഓൾറെഡി അതിൻ്റെ 2 സൈഡും കുക്കായിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു ദോശ മാത്രം ഒന്ന് മൂടി വെച്ചിട്ട് മറിച്ചിട്ടിട്ട് കാണിച്ചു തരികയാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ക്യാരറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ദോശത്തട്ടിൽ ഇനി കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടായിരുന്ന എക്സസ് എണ്ണ തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്പിനച്ച് ദോശ ഉണ്ടാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തട്ട് എപ്പോഴും ഒരു മീഡിയം ചൂടിലായിരിക്കണം. നമ്മൾ ഹൈ ഹീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോശ ശരിയായിട്ട് കിട്ടില്ല. അപ്പം ഞാൻ ഈ ദോശയും അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ദോശ മൂടി വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം അതിലത്തെ വെള്ളം അതിലുറ്റുന്ന ഒച്ച കേട്ട നമുക്കത് മൂടി മാറ്റാനുള്ള സമയമായി എന്നർത്ഥം. എന്നിട്ട് നമ്മൾ തീയൊന്ന് ചെറുതാക്കണം. ഞാനിനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ കുറച്ച് ഒരു തരി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഞാനിപ്പോൾ ഇത്തവണ മറിച്ചിടുന്നില്ല. ക്യാരറ്റ് ദോശ വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മറിച്ചിട്ടതായിരുന്നു. ഇതിപ്പോൾ വെന്തിട്ട് നല്ല പേപ്പർ പോലെ ആയിട്ടുണ്ട്. ഇതങ്ങനെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും നമുക്ക് അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇതിൽ എക്സ്ട്രാ ഉള്ള എണ്ണയൊക്കെ ഒന്ന് തുടച്ച് കളയണം. എക്സ്ട്രാ എണ്ണ തുടച്ച് കളയുന്നതോടൊപ്പം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എണ്ണ അതിലേക്ക് ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമ്മുടെ മൂന്നാമത്തെ കളറ് നമ്മുടെ ബീറ്റ്റൂട്ട് ദോശ. ഇതിപ്പോൾ നമ്മൾ കവർ ചെയ്ത് കുക്ക് ചെയ്യുമ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഓരോ തവണ കവർ ചെയ്ത് കഴിയുമ്പോഴും അതിൽ വന്നിട്ടുള്ള ആവികൾ, വെള്ളം നമ്മൾ തുടച്ചിട്ട് വേണം അടുത്തത് മൂടാനായിട്ട്. ഇതിൽ നമ്മൾ പച്ചക്കറി അതിൻ്റെ കഷ്ണങ്ങൾ വീണിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. കാരണം പച്ചക്കറി അതിൽ കഷ്ണങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ നമുക്കിത് വൃത്തിയിൽ പരത്താൻ പറ്റില്ല. ഇതിപ്പോൾ ക്യാമറയിൽ എത്രത്തോളം അത് എനിക്ക് തോന്നുന്നു ഇതിൽ ഓറഞ്ചൊക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ല ഒരു ഉഗ്രൻ ചുവപ്പാണ് ശരിക്കുള്ള കളറ്. ഇത് കുറച്ചും കൂടി സൂര്യവെളിച്ചത്തിലേക്ക് മാറ്റിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇതിൽ നമുക്ക് ഒരു തരി എണ്ണ ഒഴിക്കാം. നമ്മൾ ഈ സ്വതവേയുള്ള ദോശയേക്കാളും ഡെലിക്കറ്റ് ആയിരിക്കും ഇത്. നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതേ കണ്ടോ, വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ, സൂര്യ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ റിയൽ കളറ് കാണുന്നുണ്ട്. നല്ല ഒരു കിടിലൻ ചുവപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ 3 കളർ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ്, സ്പിനച്ച്, ബീട്രൂട്ട്. നമ്മൾ ഈ 3 കളർ ദോശയുടെ കൂടെ വേറൊരു വെറൈറ്റി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ദോശമാവ് എടുത്തു. എന്നിട്ട് അത് നല്ല ദോശയുടെ കൺസിസ്റ്റൻസിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശ മാവ് ഒന്നിങ്ങനെ ചുറ്റിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക. എല്ലാ കളറും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ മാറി മാറി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ ഇളക്കാതെ തട്ടിലേക്ക് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിലേക്ക് നമുക്ക് നടുവിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം മാവ്. എന്നിട്ടും ഇതുപോലെ തന്നെ ഇളക്കാതെ അതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒഴിക്കുന്ന എല്ലാ മാവുകളുടെയും കളർ മാവും വെള്ളമാവും എല്ലാറ്റിൻ്റെയും കൺസിസ്റ്റൻസി ഒരുപോലെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കുട്ടി ദോശ നന്നായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഇങ്ങനത്തെ പല കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് പല ഡിസൈൻസും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇതിലിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇളക്കി മിക്സ് ചെയ്യരുത്. ഇത് ഇതുപോലെ തന്നെ നമ്മുടെ തട്ടിലേക്ക് ഒഴിക്കണം. അത് അതിൽ വീഴുമ്പം ആ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടായിക്കോളും. ഇത് ഇങ്ങനെ ഒരു വലിയ ദോശത്തട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തന്നെ അതിൻ്റെ ചുറ്റും ഒഴിച്ചിട്ട് ഒരുമിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണം ഒഴിക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ തൽക്കാലം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളുടെ ചോയ്സാണ്. എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റെയിൻബോ ദോശ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കഴിക്കും, യാതൊരു സംശയവും വേണ്ട. ആകെ കളർഫുള്ളായിട്ടല്ലേ കാണുന്നത്, അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അവരറിയാതെ തന്നെ അത്യാവശ്യം പച്ചക്കറികൾ വയറ്റിലെത്തുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ശരിയായ ഭംഗി കാണണമെങ്കിൽ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ദേ കണ്ടില്ലേ അതിൻ്റെ കളർഫുള്ളായൊരു രൂപം. അപ്പോൾ എല്ലാവരും ഈ കുട്ടി ദോശയും നമ്മുടെ 3 കളറിലുള്ള മറ്റേ ദോശയും ഒക്കെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്താണ് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.